നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാന്ത്രിക വിദ്യകൾ നിറഞ്ഞ ഒരു ലോകത്തേക്ക് പോകാൻ. മാന്ത്രിക വടികളും വായുവിൽ ഉയരുന്ന മനുഷ്യരും അപ്രത്യക്ഷമാകുന്ന വസ്തുക്കളുമൊക്കെ നേരിൽ കാണാൻ പറ്റുന്ന ഒരിടം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന മാജിക് പ്ലാനറ്റ് ലോകത്തിലെ തന്നെ ആദ്യത്തെ മാജിക് തീം പാർക്കാണിത്. പ്രശസ്ത മജീഷ്യൻ മുതുകാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. വെറുമൊരു വിനോദ കേന്ദ്രം എന്നതിലുപരി ഒട്ടനവധി ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു അത്ഭുത ലോകത്തേക്കാണ് PV വ്ലോഗിൻ്റെ ഇന്നത്തെ യാത്ര. വീഡിയോ പൂർണ്ണമായും കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Let's start our welcome performance. This is the future. Evolution. 2014 ഒക്ടോബർ 31 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും പ്രശസ്ത സയൻറ്റിസ്റ്റ് E ശ്രീധരനും ചേർന്നാണ് മാജിക് പ്ലാനറ്റ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഏകദേശം 75 കോടി രൂപ ചെലവഴിച്ച് 4 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. This is the future. Human error. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു വെൽക്കം പെർഫോമൻസ്? ഇക്കാര്യത്തിൽ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സാമ്പിളിനെ വെല്ലുന്ന തകർപ്പൻ പെർഫോമൻസുകളാണ്. അതിനു മുന്നേ ഫസ്റ്റ് ടൈമാണോ മാജിക് പ്ലാനറ്റിൽ? അതെ. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന വിസ്മയങ്ങളെ കുറിച്ച് ആദ്യം തന്നെ ഞാൻ പറയാം. അതിനു മുന്നേ മാജിക് പ്ലാനറ്റ് എന്താണ് എന്നതിനുള്ള ഒരു ഓവറോൾ ഐഡിയ കൂടി തരാം. മാജിക് പ്ലാനറ്റ് എന്നത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് കൃത്യമായ ഒരു മിഷനും വിഷനും ഉണ്ട്. ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷി സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിന് ഒരു വലിയ മാറ്റം വരുത്തി ഭിന്നശേഷി മേഖലയിൽ സാമൂഹ്യപരമായ ഉന്നമനം ഉറപ്പുവരുത്തി ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ മാതൃകയായി മാറുക എന്നുള്ളതാണ് മാജിക് പ്ലാനറ്റിന്റെ വിഷൻ എന്നത്. എങ്കിൽ ഞങ്ങളുടെ മിഷൻ എന്നത് കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്റ്റിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ആ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1000-ഓളം വരുന്ന ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം നൽകുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തോടുകൂടിയിട്ടാണ്. സോ ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരിയാണ്. അത് ഞങ്ങൾ 3 സെഗ്മെന്റിലൂടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അലൈൻമെന്റ് സെഗ്മെന്റ്. ഈ ഒരു സെഗ്മെന്റിൽ മെയിൻലി വരുന്നത് ആർട്ട് ട്രെയിനിങ് സെന്റർ എന്ന ഒരു സ്പെഷ്യൽ വേദിയാണ്. ആ ഒരു വേദിയെ സ്പെഷ്യലാക്കുന്നത് അവിടെ പെർഫോം ചെയ്യുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയ കുഞ്ഞുങ്ങളാണ്. അവരുടെ പലതരത്തിലുള്ള പെർഫോമൻസുകളാണ് നിങ്ങളെ ആ ഒരു സെഗ്മെന്റിൽ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് എസ്കേപ്പ് ആക്ട്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഇന്ന് ആ ഒരു എസ്കേപ്പ് ആക്ട് ചെയ്യുന്നത് കുറച്ച് മജീഷ്യൻസ് മാത്രമാണ്. ആ ഒരു എസ്കേപ്പ് ആക്ട് കൂടി വിറ്റ്നസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് അവസരം ഉണ്ടായിരിക്കും. സോ പിന്നീട് മൂവ് ചെയ്യുന്നത് നമ്മുടെ 3ാമത്തെ സെഗ്മെന്റിലേക്കാണ്. ദാറ്റ് ഈസ് എനർജൈസിങ് സെഗ്മെന്റ്. അവിടെ രുചിയിൽ തീർത്ത വിസ്മയങ്ങളുമായി മനോഹരമായിട്ടുള്ള അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഫുഡുമായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാൻ ടീം ജാദു ടൈം റെഡി ആയിട്ടുണ്ടായിരുന്നു. മാജിക് പ്ലാനറ്റിലെ എല്ലാ സെക്ഷൻസിലേക്കും സെഗ്മെന്റിലേക്കും ഗൈഡ് ചെയ്യാൻ
യങ് ആൻഡ് എനർജറ്റിക് എക്സ്പ്രഷൻ ടീം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിഷ് യു ഗ്രേറ്റ് മാജിക്കൽ ഡേ. ആ കുഞ്ഞുങ്ങളുടെ ഡാൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, മാജിക്, അങ്ങനെ 250ഓളം കുട്ടികൾ നമ്മളവിടെ വരുന്നുണ്ട്. ആ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ബാക്കി എൻ്റർടൈൻമെൻറ്റ് ഷോസൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ സെക്ഷനിലാണ് അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തുടർച്ചയായ ലൈവ് ഷോകൾ ഉള്ളതിനാൽ രാവിലെ തന്നെ എത്തുന്നതാണ് എല്ലാ കാഴ്ചകളും കണ്ടു തീർക്കാൻ നല്ലത്. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ അവധിയാണ്. പ്രവേശന ഫീസ് ഓൺലൈൻ വഴി മാത്രമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. എൻട്രി ഫീയായ 800 രൂപയിൽ ആഹാരവും എല്ലാം ഉൾപ്പെടും. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ട്രഡീഷണൽ മാജിക്, സയൻസ് കോർണർ, ഷേക്സ്പിയർ തിയേറ്റർ, അണ്ടർ വാട്ടർ മാജിക് തിയേറ്റർ, ഇതുകൂടാതെ കുട്ടികൾക്കായി മാജിക് പഠിക്കാനുള്ള ക്ലാസുകളും മാന്ത്രിക സാമഗ്രികൾ വാങ്ങാൻ സാധിക്കുന്ന ഷോപ്പുകളും ഇവിടെയുണ്ട്. മാജിക് പ്ലാനറ്റിനെ മറ്റ് തീം പാർക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടങ്ങിയ ഒരു വിഭാഗമാണിത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ കുട്ടികളെ മാജിക്, നൃത്തം, സംഗീതം, ചിത്രരചന തുടങ്ങിയവയിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മാജിക് പ്ലാനറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയും ഒപ്പം കൈയടിക്കാൻ കൈകൾ തനിയെ ഉയരുകയും ചെയ്യും. ഇവരുടെ ആത്മവിശ്വാസം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതാണ് ശരിക്കും മാജിക്. ഇന്ന് 400-ലധികം ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു തണലാണ് മാജിക് പ്ലാനറ്റ്. ഈ കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണവും തെറാപ്പിയും ഇവിടെ നൽകി വരുന്നു. കൂടാതെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലനങ്ങളും നൽകി വരുന്നു. This is the future. Evolution. This is the future. മുതുകാടിൻ്റെ നേതൃത്വത്തിൽ ഈ കേന്ദ്രം ഇപ്പോൾ ഒരു ആഗോളതലത്തിലേക്ക് വളരുകയാണ്. ഭിന്നശേഷി കുട്ടികൾക്കായി ഒരുക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയൊരു ക്യാമ്പസായി ഇത് മാറിക്കഴിഞ്ഞു. ഇവിടേക്ക് എത്തുന്ന ഓരോ സന്ദർശകനും നൽകുന്ന ടിക്കറ്റ് തുകയുടെ ഒരു പങ്ക് ഈ കുട്ടികളുടെ ക്ഷേമത്തിനായാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗം കൂടിയാവുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. കുട്ടികൾക്ക് ഇത് ഒരേ സമയം അറിവും വിനോദവും നൽകുന്നു. This is the future. Human error.
Evolution. This is the future. Evolution.
നമുക്കറിയാം ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു ചരിത്രം പറയാനുണ്ട്. അതുപോലെ മാജിക്കിനും ഒരു ചരിത്രം പറയാനുണ്ട്. മാജിക്കിന്റെ ചരിത്രം പറയുന്ന സെക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നിങ്ങൾ അകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്കൾച്ചേഴ്സ് കാണാം. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, അകത്തേക്ക് വരാം. 6000 BC-ക്കും 3000 BC-ക്കും ഇടയിൽ ഏഷ്യയിലെ പല ഭാഗങ്ങളിലായി ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരാണ് ഇവർ പ്രകൃതി പ്രതിഭാസങ്ങളായ ഇടി, മിന്നൽ, കാറ്റ്, മഴ എന്നിവയെ മുൻകൂട്ടി പ്രവചിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ സൂപ്പർ നാച്ചുറൽ പവറുള്ളവരായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ മാജിക് എന്ന വാക്ക് ഉണ്ടായി തന്നെ ഈ മാജി എന്ന വാക്കിൽ നിന്നാണ്. മാജിക്കിന് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത് ഈജിപ്ഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ഈ വാളിൽ കാണുന്നതാണ് ഹൈറോഗ്ലിഫിക് ലിപി അഥവാ ചിത്രരൂപേണയുള്ള ലിപി. ഈ ലിപി കൊണ്ട് എഴുത്തയാറാക്കിയ ഒരു ഗ്രന്ഥമാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് അൽമനാക്ക് എന്നാണ്. അൽമനാക്ക് എന്നതിന്റെ അർത്ഥം കലണ്ടർ എന്നാണ്. ഒന്നിലേക്ക് നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് യൂറോപ്യൻസ്. കപ്സ് ആൻഡ് ബോൾസ് എന്ന മാജിക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് യൂറോപ്യൻസ് ആണ്. അതുപോലെ ഒരു മജീഷ്യൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് തന്നെ കപ്സ് ആൻഡ് ബോൾസ് എന്ന മാജിക്കിലൂടെയാണ്. മാജിക്കിനെ ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് കൺവേർട്ട് ചെയ്തതും യൂറോപ്യൻസ് ആണ്. മജീഷ്യൻസിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഡ്രസ് കോഡ് കൊണ്ടുവന്നതും യൂറോപ്യൻസ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് കൂടി ഒരാളെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് അറിയുന്നതിന് മുന്നേ ഒരാളെ കൂടി അറിയാനുണ്ട്. ദ ഫാദർ ഓഫ് മോഡേൺ മാജിക് റോബർട്ട് ഹുഡ്നി. അദ്ദേഹത്തിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് എറിക് വൈസ് എന്നാണ്. തന്റെ 8ാമത്തെ വയസ്സിൽ കാർഡ് കൊണ്ട് മാജിക് ചെയ്യുകയും തന്റെ 13ാമത്തെ വയസ്സിൽ എലിഫന്റ് ഇലൂഷൻ ചെയ്യുകയും അതേ തുടർന്ന് തന്റെ പേര് ചേഞ്ച് ചെയ്ത് ഹാരി ഹുഡ്നി എന്നാക്കുകയും ചെയ്തു. ഇദ്ദേഹം ഫാദർ ഓഫ് എസ്കേപ്പോളജി എന്നറിയപ്പെടുന്നു. നമുക്ക് കാണാം, ഇരുമ്പഴിക്കുള്ളിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഇദ്ദേഹം നിമിഷ നേരത്തിനുള്ളിൽ കാണികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടൽ ജാലവിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇതിനുവേണ്ടി ഇദ്ദേഹം മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള 2 തിങ്സാണ്. ഒന്ന് മിൽക്ക് കേസും ഒന്ന് ഉഡൻ ബോക്സും. പിൽക്കാലത്ത് ഈ ഉഡൻ ബോക്സിനെ കുതിരി ബോക്സ് എന്നും അറിയപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ മാജിക്കിന്റെ ചരിത്രം പറയുന്ന സെക്ഷനാണ്. ഇന്ത്യൻ മജീഷ്യനെ ഫക്കീർ എന്നാണ് വിളിച്ചിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇന്ത്യൻ റോക്ക് മാജിക്. ഇവിടെ നിങ്ങൾക്കൊരു മജീഷ്യനെ കാണാം, ഒരു കുട്ടിയെ കാണാം, ഒരു റോക്ക് കാണാം. ഇവിടെ മജീഷ്യൻ തന്റെ കയ്യിലുള്ള മകുടി ഊതുന്ന ടൈമിൽ താഴെ കിടക്കുന്ന റോക്ക് ഉയർന്നു പോകുകയും അതിനുശേഷം ആ കുട്ടിയെ എടുത്ത് റോക്കിലിരുത്തുന്ന മാജിക്കാണ്. എന്നാൽ കുട്ടിയെ താഴെ ഇറക്കിയതിനു ശേഷം റോക്ക് പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലുമാകും. ഇത് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോക്ക് മാജിക് എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം, ഒരു സീഡ് വളർന്ന പ്ലാന്റ് ആവാൻ ഒരുപാട് ടൈം എടുക്കും അല്ലേ? പക്ഷേ ഈ മജീഷ്യൻ തന്റെ കയ്യിലുള്ള ഒരു സീഡ് കുഴിച്ചിട്ട് നിമിഷ നേരത്തിനകം അതൊരു പ്ലാന്റ് ആക്കുകയും അതിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന മാജിക്കാണ് ചെയ്യുന്നത്. ഈ ഒരു മാജിക് നമുക്കിവിടെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഫാദർ ഓഫ് ഇന്ത്യൻ മാജിക് പി.സി. സർക്കാർ. ഇദ്ദേഹം പോപ്പുലർ ആയത് ദ ഫാദർ ഓഫ് ഇന്ത്യൻ മിറാക്കിൾ എന്നതിലൂടെയാണ്. നമുക്കിവിടെ കാണാം, അദ്ദേഹത്തിന്റെ കയ്യിലൊരു കുടമുണ്ട്, താഴെ ഒരു പാത്രമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കുടത്തിൽ വരുന്ന വെള്ളം തീരുന്നതുമില്ല, താഴെ ഇരിക്കുന്ന പാത്രത്തിന്റെ വെള്ളം നിറഞ്ഞ് കവിയുന്നതുമില്ല. ഇവിടെ നമ്മളതൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം കാണികൾക്ക് മുമ്പിൽ അത് ലൈവായിട്ട് പെർഫോം ചെയ്ത് കാണിക്കുമായിരുന്നു. യൂറോപ്യൻസ് മജീഷ്യൻസിന് യൂണീക്കായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് കൊണ്ടുവന്നതുപോലെ ഇന്ത്യയിലുള്ള മജീഷ്യൻസിന് ഒരു ട്രഡീഷണൽ രൂപേണയുള്ള ഡ്രസ് കോഡ് കൊണ്ടുവന്നത് പി.സി. സർക്കാരാണ് കേട്ടോ. അതുപോലെ പി.സി. സർക്കാരിന്റെ മകനാണ് നമുക്ക് ഈ ഒരു പ്രതിമ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫോട്ടോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ശ്രീ വാഴക്കുളം നീലകണ്ഠൻ നമ്പൂതിരി സർ. ഇദ്ദേഹം കേരളത്തിന്റെ മാജിക്കിന്റെ മുതുമുത്തച്ഛൻ എന്നറിയപ്പെടുന്നു. കപ്സ് ആൻഡ് ബോൾസ് എന്ന മാജിക് ചെപ്പടി വിദ്യ എന്ന രൂപത്തിൽ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതുപോലെ ശ്രീ ഗോപിനാഥ് മുരുകാഷ് സാറിന്റെ ഗുരുതുല്യൻ കൂടിയാണ് ഇദ്ദേഹം. ഇതോടുകൂടി മാജിക്കിന്റെ ഹിസ്റ്ററി പറയുന്ന സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഏറ്റവും എൻഡിൽ മിറാക്കിൾ എന്നൊരു തിയേറ്റർ കാണാം. അത് ഏതൊരു ഡിഫറെൻറ്റ് ഏജിലുള്ള കുട്ടികൾക്കും അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഗോകുൽ മേക്കേഴ്സ് ചെറിയൊരു ട്രെയിനിൻ്റെ മോഡൽ കാണാം. നമ്മുടെ കമ്പാരിറ്റീവ്ലി നോർമൽ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഫോബിയാസ് കൂടുതലാണ്.
ഹൈറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഇരുട്ട് നാച്ചുറൽ എഫക്ട്സിനോടൊക്കെ പേടിയുള്ളവരാണ്. അപ്പോൾ ആ ഒരു പേടിയിൽ കുറവ് വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പറഞ്ഞ സ്റ്റേജിലൂടെയൊക്കെ ഈ ഒരു ട്രെയിൻ ഈ ഒരു ബിൽഡിംഗ് ചുറ്റി മൂവ് ചെയ്യും. നമുക്കിനി കുട്ടികളുടെ ഒരു ADL സെൻറ്റർ, ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സെൻറ്റർ താഴെ കാണാനുണ്ട്, അത് കാണാം. ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ട്രെയിനിങ് നടത്തുന്ന ഒരു ഏരിയയാണ്. അവിടെ ഒരു കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ എങ്ങനെ യൂസ് ചെയ്യണമെന്നും ബെഡ്റൂം ആൻഡ് വാഷ്റൂം എങ്ങനെ ക്ലീനായിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ക്യാഷ് കൊടുക്കാനും ബാലൻസ് വാങ്ങാനൊക്കെ ട്രെയിനിങ് നൽകുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങാനൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള അക്കാഡമിക്സാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇത്തരം കാര്യങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. കേരളത്തിലെ 14 ജില്ലയിലും ഓരോ ജില്ലയിലും ഭിന്നശേഷിക്കാരായ ഒരു കുടുംബത്തിന്, അർഹതപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പം നമ്മളൊരു 8 ജില്ലയിൽ വീട് വെച്ച് താക്കോൽദാനം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ തെറാപ്പി സെൻ്ററാണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 7ഓളം സെക്ഷനിലായിട്ട് കുട്ടികൾക്ക് തെറാപ്പീസ് കൊടുത്തു വരുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്നത് ഡെൻ്റൽ വരുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല പുറത്തുനിന്നുള്ളവർക്കും നമ്മൾ തെറാപ്പി അസസ്മെൻറ്റ് കഴിഞ്ഞ് അവർക്ക് എന്ത് തെറാപ്പിയാണോ വേണ്ടത് അത് ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. I'm Jimmy at Woodstock. Drive me around in your red Ford. Shivers down my spinal cord. Cause you got me holding. Even if I lost all my money, the zero runs deep, honey. And I don't need to speak a single word. Cause you got me holding. നിങ്ങൾ ആരെങ്കിലും മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി എത്താമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.